നമ്മുടെ അങ്കൻവാടിയുടെ സൈഡിൽ ഇന്നലെ രാവിലെ കണ്ടൊരു കാഴ്ചയാണ്. ആരോ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടേക്കുന്നു. താഴത്തെ വീട്ടിലൊരു CCTV ക്യാമറ ഉണ്ട്. എന്തായാലും അത് വെച്ചിട്ട് ആളെ എന്തായാലും കണ്ടുപിടിക്കും. പക്ഷേ പറയാനുള്ളൊരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എവിടെ ഇട്ടോ, പക്ഷേ ഇതൊരു ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു അങ്കൻവാടിയാണ്. അതിൻ്റെ സൈഡിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിനകത്ത് കുറച്ച് ചീഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ത്രൂ ഔട്ടായിട്ട് ചെക്ക് ചെയ്ത് നോക്കി, എന്തെങ്കിലും ബില്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഡൈ അടിക്കുന്ന സാധനങ്ങളായിരുന്നു മെജോറിറ്റി. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കുറേ ഫുഡിൻ്റെ വേസ്റ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ചൂലുണ്ടായിരുന്നു, പൊട്ടിപ്പോയ ടൈപ്പ് ഒരു ചൂല്. പിന്നെ കുറച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സോപ്പ്, ചീപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പൊട്ടിയ ഒരു പെയർ ചെരുപ്പ്, അത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണ്. പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചെരുപ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഒരു 8 സൈസുള്ള ചെരുപ്പാണ് അത് ഇതിനകത്ത് കൊണ്ടിട്ടുണ്ടാരോ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എത്ര സാക്ഷരത എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഭയങ്കര മോശമാണ്. വേറെ എവിടെ ഇട്ടിരുന്നെങ്കിലും ഞാനിത് ഇത്ര കാര്യമാക്കത്തില്ലായിരുന്നു. കൊച്ചു പിള്ളേർ പഠിക്കുന്ന അങ്കൻവാടിയുടെ സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സ്ഥിരം വൃത്തിയാക്കിയിടുന്ന സ്ഥലമാണ്. അത് നമ്മൾ പെരയിടത്തോട് ചേർന്നാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ ആര് നോക്കിയാലും നമ്മൾ കൊണ്ടിട്ടണക്കാവും. എന്തായാലും താഴത്തെ വീട്ടിലൊരു CCTV ഉണ്ട്. സോ അത് വെച്ച് ആളെ എന്തായാലും കണ്ടുപിടിക്കും. ഒരുപാട് സാധനങ്ങളാണ്. അത് ഈ ഡൈ അടിക്കുന്നതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് വയസ്സായ ആൾക്കാരായിരിക്കണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഭയങ്കര മോശമാണ്. ഇന്നത്തെ കാലത്ത് തന്നെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് തന്നെ ഏകദേശം ഒരു മാലിന്യം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ 10,000 രൂപയുടെ ഫൈനോ എന്തൊക്കെയോ അത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ അവർ കാണിക്കുന്നത്. ഇത് പെയർ 2 ജോഡി ചെരുപ്പാണ്. ഇത് ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് മനസ്സിലായാലും നമുക്ക് ആളെ പിടിക്കാൻ പറ്റും. പിന്നെ കയറുൾപ്പെടെ ചൂലുൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫുഡ് ഐറ്റംസാണ്. അത് മണ്ണിലിട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നാടാണ്, മറ്റേ വലിയ സിറ്റിയൊന്നുമല്ല. നമുക്ക് ഇത് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നുമില്ല ഇതിനകത്ത്. ഇതാണ് അവസ്ഥ. കൊണ്ടിട്ട ആളെന്തായാലും അത് പഞ്ചായത്തും പോലീസും ഒക്കെ എന്തായാലും പൊക്കും. എന്തായാലും നല്ല രീതിയിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് നാടിൻ്റെ. മാലിന്യവും പ്ലാസ്റ്റിക്കും ഒന്നും ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതിന് വേണ്ടിയുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിള്ളേരൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മാലിന്യം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ശരിയാണോ അത്?